സൈനിക ശേഷിയെ എപ്പോഴും ഒരു പുകമറയ്ക്കുള്ളിൽ നിർത്തി രഹസ്യാത്മകത സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഒട്ടേറെ കഥകളും അഭ്യൂഹങ്ങളും അവരുടെ സൈന്യത്തെ പറ്റിയുണ്ട്. ആണവ, രാസ, ജൈവ ആയുധങ്ങൾ ഇസ്രായേലിനുണ്ടെന്ന് വലിയൊരു വിഭാഗം വിദഗ്ധർ വിചാരിക്കുന്നുണ്ട്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വിചിത്രമായ ആയുധങ്ങളുടെ വിവരണങ്ങളും ഇടയ്ക്കിടെ കേൾക്കാറുണ്ട്. ഇത്തരത്തിൽ പ്രചരിച്ച ഒരു കഥയാണ് എത്നോ ബോംബിൻ്റേത്. ഇസ്രായേൽ ഒരു ഭീകരായുധം ഉണ്ടാക്കുന്നുണ്ട്. ജൂതരെ ഒട്ടും ബാധിക്കാതെ അറബ് വംശജരെ മാരകമായി ബാധിക്കുന്ന ഒരു ജൈവായുധം. 1998 നവംബർ 15 പുറത്തിറങ്ങിയ സൺഡേ ടൈംസ് പത്രത്തിൽ വന്ന ഒരു ലേഖനമായിരുന്നു ഇത്. അന്ന് സദ്ദാം ഹുസൈൻ്റെ കീഴിലുള്ള ഇറാഖും ഇസ്രായേലുമായി നിരന്തരം പ്രശ്നത്തിലായിരുന്നു. ഇറാഖിൻ്റെ കയ്യിലുണ്ടായിരുന്നെന്ന് അറിയപ്പെട്ടിരുന്ന രാസജൈവ ആയുധങ്ങൾക്കുള്ള മറുപടിയാണ് ഇസ്രായേലിൻ്റെ ജൈവ ബോംബെന്നും ലേഖനം പറഞ്ഞു വെച്ചു. 23 വർഷം മുൻപ് ഈ വാർത്ത ലോകത്ത് ഭീതി പരത്തുകയും വലിയ രാജ്യാന്തര ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു. ഇറാഖിലുള്ളവരുടെ ശരീരത്തുള്ള ചില പ്രത്യേക ജീനുകളെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച ഒരു ബാക്ടീരിയയോ വൈറസോ ആണ് ജൈവായുധമെന്നാണ് പത്രവാർത്ത നൽകിയത്. ഇസ്രായേലിലെ ടെൽ അവീവ് നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന നെസ് സിയോണ ബയോളജിക്കൽ റിസർച്ച് സെന്ററിലാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നതെന്നായിരുന്നു പത്രത്തിന്റെ വാദം. ഇറാഖിലെ ആളുകളെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്നും അഭ്യൂഹമുയർന്നു. ലോകത്തിലെ വളരെ പ്രശസ്ത പത്രമാധ്യമമായ സൺഡേ ടൈംസിൽ വന്ന വാർത്ത വലിയ കോലാഹലമാണ് അന്ന് ഉയർത്തിയത്. ഇസ്രായേലിലെ പാർലമെന്റ് അംഗമായ ഡേഡി സുക്കർ ഇസ്രായേൽ ഒരിക്കലും ഇങ്ങനെ ഒരായുധം നിർമ്മിക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ചു. ചില ശാസ്ത്രജ്ഞർ ഇങ്ങനെ ഒരു ആയുധം പാടുള്ളതാണെങ്കിലും നിർമ്മിക്കാൻ സാധ്യമാണെന്ന് പ്രഖ്യാപിച്ചു. ഡോക്ടർ വിക്ടർ ഡെൽവെച്ചിയോ തുടങ്ങിയ പ്രമുഖർ ഇക്കൂട്ടത്തിലുണ്ട്. ഇസ്രായേൽ തങ്ങളുടെ രാസജൈവ മേഖലകളിലെ ഗവേഷണങ്ങളിൽ പുലർത്തുന്ന തികഞ്ഞ രഹസ്യാത്മകതയും ഇതിന് ആക്കം കൂട്ടി. അക്കാലത്ത് ഇസ്രായേലിൻ്റെ ബയോടെക്നോളജി മേഖല US-നേക്കാൾ ബൃഹത്താണെന്ന് വിശ്വാസമുണ്ടായിരുന്നു. വർണ്ണവിവേചനം നിലനിന്ന ദക്ഷിണാഫ്രിക്കയിൽ വെളുത്ത വർഗ്ഗക്കാരെ ഉപദ്രവിക്കാതെ കറുത്ത വർഗ്ഗക്കാരെ മാത്രം കൊല്ലുന്നതിനായി രാസായുധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ഇതേ പാത്രയിലാണ് ഇസ്രായേലും പോകുന്നതെന്നും ചില ശാസ്ത്രജ്ഞർ ഇസ്രായേലിന് നേർക്ക് വിമർശനമുയർത്തി. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ഇക്കാര്യത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചു. അവർ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായി ഒരു ശാസ്ത്ര കമ്മീഷനെയും വെച്ചു. സംഭവത്തെക്കുറിച്ച് വിവിധ മാധ്യമങ്ങൾ ലേഖനങ്ങൾ എഴുതി. വയേർഡ് ന്യൂസ്, ഫോറിൻ റിപ്പോർട്ട് തുടങ്ങിയ പ്രശസ്ത മാധ്യമ സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെടും. US പത്രമായ ന്യൂയോർക്ക് പോസ്റ്റ് സംഭവം ഒരു കെട്ടുകഥയാണെന്നും ഇസ്രായേലിലെ അക്കാദമീഷ്യനായ ഡോറോൺ സ്റ്റാനെറ്റ്സ്കി എഴുതിയ ഒരു സയൻസ് ഫിക്ഷൻ ലേഖനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കഥയെല്ലാം പ്രചരിച്ചതെന്നും റിപ്പോർട്ട് ചെയ്തു. ഈ ജൈവായുധത്തെപ്പറ്റി പിന്നീട് അധികം അഭ്യൂഹങ്ങൾ പുറത്തു വന്നതുമില്ല.